ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. ഭയങ്കര മഴയാണ്, പുറത്തോട്ടൊന്നും ഇറങ്ങാനേ പറ്റില്ല, കാറ്റും മഴയും. അപ്പം എനിക്ക് തോന്നി ഇന്ന് കുറച്ച് മാമ്പഴപ്പഴുപ്പ് ഉണ്ടാക്കണം. മാമ്പഴപ്പഴുപ്പ് എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കണമെന്ന് കാണിച്ചിട്ടെ. ഭയങ്കര എളുപ്പമാണ് മാമ്പഴപ്പഴുപ്പ്. നമ്മൾ വേറെ കലത്തിൽ വെച്ചാലൊക്കെ കുറേ ടൈം പിടിക്കും. നമ്മൾ മാമ്പഴമില്ലേ, ഇപ്പം കൊടുക്കാനുള്ളവർക്ക് കൊടുത്തിട്ട് ബാക്കി വരുന്നത് വേണ്ടാത്ത ഇപ്പം ഞങ്ങളുടെ മുറ്റത്തായതുകൊണ്ട് ഈ നാട്ടുമാമ്പഴം തറയിൽ വീണ് പൊട്ടും. അപ്പോൾ ഈ പൊട്ടിയത് ആൾക്കാർക്ക് അധികം വേണ്ട. അപ്പോൾ നമ്മൾ ഫ്രീ കൊടുക്കുമ്പോൾ അവർക്കത് കുറച്ചൊക്കെ എടുത്തിട്ട് അവരെടുത്തിട്ടു. അപ്പം ഞാൻ ആ പൊട്ടിയതെടുത്ത് പെട്ടെന്ന് എന്ത് ചെയ്യുന്നറിയാം, അത് പൊളിച്ചിട്ട് ഇങ്ങനെ പൾപ്പായിട്ട് സേവ് ചെയ്ത് വയ്ക്കും. അപ്പോൾ അത് എളുപ്പത്തിൽ ചെയ്യുന്നതാണ്. അത് കുക്കറിൽ കണ്ട നമ്മൾ മാമ്പഴം എല്ലാം വെളിവിടെന്ന് പൊളിച്ചിട്ട് കുക്കറിലിട്ടിട്ട് വെള്ളം ഒഴിക്കുകയൊന്നും ചെയ്യണ്ട. കുക്കർ അടച്ചിട്ട് 2 വിസിൽ വരുമ്പോഴത്തേക്കും അത് വെന്ത പൾപ്പായി വരും. എന്നിട്ട് അപ്പം അതിൻ്റെ ഉള്ളിലിരിക്കുന്ന മാങ്ങേൻ്റെ നമ്മൾ കളയണം. എന്നിട്ട് നമ്മൾ കളയണത് എങ്ങനെയാണെന്ന് കാണിച്ചത്. നമ്മളില്ലേ അത് ഞെക്കിയിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞെക്കി നമ്മൾ ഈ അരിപ്പക്കയിൽ കോരിയിട്ട് ഇതിങ്ങനെ അങ്ങ് ഞെക്കി അതിലൊക്കെ ഇട്ടാൽ മതി. ഇത്രേ ഉള്ളൂ. ഇത് കണ്ട ഞാൻ അങ്ങനെ ഇട്ടേക്കണതാണ്. പെട്ടെന്നാവും. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് വെക്കണം കേട്ടോ. വേറെ ഒന്നും ചെയ്യുന്നില്ല, നല്ലോണം. എന്നിട്ട് ഇത് നമ്മൾ പാത്രത്തിലേക്ക് സേവ് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ നമുക്ക് എന്തെല്ലാം ഐറ്റംസ് ഉണ്ടാക്കാം. മാമ്പഴം ഇനിയിപ്പോൾ 1 മാസം കഴിഞ്ഞാൽ മാമ്പഴം എല്ലാം തീരും. അപ്പം നമുക്ക് എന്തെല്ലാം ഉണ്ടാക്കാം. പുഡിങ് ഉണ്ടാക്കാം, ഫ്രൂട്ടി ഉണ്ടാക്കാം, കുക്കായ ഉണ്ടാക്കാം, പിന്നെ ഐസ്ക്രീം ഉണ്ടാക്കാം, പല ഐറ്റം ഉണ്ടാക്കാം നമുക്ക് ഈ മാങ്ങപ്പഴുപ്പ് വെച്ച്. നമ്മൾ വേസ്റ്റാക്കണ മാമ്പഴം എടുത്ത് ചെയ്താൽ മതി കേട്ടോ. അപ്പം എല്ലാവരും ഇതേപോലെ ചെയ്യാൻ ശ്രമിക്കുക. കുക്കറിലാണ് എളുപ്പം. എന്താ അത് സേവ് ചെയ്ത് വെച്ചേക്കണം. നമ്മൾ കോരിയിട്ട് ഇതുപോലെ സേവ് ചെയ്തതിനകത്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി കേട്ടോ. ഫ്രിഡ്ജിൽ നല്ല തണുപ്പായതുകൊണ്ട് എത്ര നാൾ വേണമെങ്കിലും ഇരുന്നോളൂ. ഭരണിയിലോ ഫ്രിഡ്ജിലോ ഒക്കെ എടുത്ത് വെച്ചാൽ അടച്ച് നമുക്കിപ്പോൾ ഒരു ഗസ്റ്റൊക്കെ വരുമ്പോൾ അത് ഫ്രൂട്ടിയായിട്ട് നമുക്ക് കെമിക്കലില്ലാതെ നാച്ചുറലായിട്ടുള്ള ഐറ്റംസ് നമുക്ക് ഉണ്ടാക്കി ഗസ്റ്റിനൊക്കെ കൊടുക്കാം. അപ്പോൾ എല്ലാവരും ഇത് മാമ്പഴമുള്ളവരൊക്കെ ഇത് ചെയ്ത് വെക്കണം. വേസ്റ്റാക്കി കളയരുത്. കുറേയൊക്കെ എല്ലാവർക്കും കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ മാവ് നമ്മളോട് വഴക്കിടും. മാങ്ങ അടുത്ത വർഷം ഉണ്ടാവില്ല, അല്ലെങ്കിൽ മാങ്ങയിൽ പുഴു വരും. കുറേ ദാനം ചെയ്യണം, ബാക്കിയുള്ളത് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. എല്ലാവരും എന്നെ കേൾക്കുന്നവരും എന്നോട് ഇഷ്ടം തോന്നുന്നവരൊക്കെ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ വീണ്ടും ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനകത്തേക്ക് ഇങ്ങനെ ഒഴിച്ച് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ, ബായ്.